ഹായ് ഫ്രണ്ട്സ്, മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാലഡ് ആണ്. ഞാൻ മയണൈസിന്റെ വീഡിയോ ഇട്ടപ്പോ പറഞ്ഞിരുന്നില്ല ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ഇടാമെന്ന്. അത് ഇതാ കോൾസ്ലോ എന്ന് പറയും, സ്വീറ്റ് സാലഡ് എന്നും പറയും. ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് എന്റെ കസിന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെ കുറെ വെറൈറ്റി സാലഡുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഈ സാലഡുകളൊക്കെ ഒത്തിരി ഇഷ്ടമായോണ്ടേ ഞാൻ എവിടെ പോയാലും ഈ സാലഡുകളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് കഴിവതും വീട്ടിൽ വന്ന് ട്രൈ ചെയ്യും. അല്ലാതെ സ്വയമായിട്ടും പല ഇൻവെൻഷനും സാലഡുകളിൽ നടത്താറുണ്ട്. അപ്പൊ അന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് വളരെ സിമ്പിൾ ആണ്, ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. സാലഡ് എന്ന് പറയുമ്പോൾ കുറെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കും, അത്രയൊന്നും വേണ്ട. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ക്യാബേജ്. തീരെ പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്, ഒത്തിരി വലുതാവരുത്. ചോപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിയാം. ഇത് 1 കപ്പ്. ഇത് വെറുതെ കഴിക്കാനും നല്ലതാ. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇതുണ്ടാക്കും, ഉറപ്പാകും. അപ്പൊ ക്യാബേജ് എത്രയുണ്ടോ അതിന്റെ പകുതിയോ അതിൽ കുറവോ മതി നമുക്ക്. ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് അരിയണേ. പിന്നെ നമുക്ക് വേണം ചെറുതായിട്ട് അരിഞ്ഞ സവാളയുള്ളി. ഇത് ഒത്തിരി വേണ്ട. സവാള ഉള്ളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ പരുവം. ഞാനിപ്പോൾ ചെറിയ ഒരു സവാളയുടെ അരമുറിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് എത്രയും മധുരം വേണം. ഇപ്പൊ ഞാൻ എത്രയും മധുരം ഇടുന്നോ അത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇടാമേ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ലേശം വിനാഗിരി, 1/2 ടേബിൾ സ്പൂൺ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ലേശം പാല്. ഞാനിത് കാച്ചി വെച്ചിരിക്കുന്നതാണ്. ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചിട്ടില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് മയോണൈസ്. ഇത് നിങ്ങൾക്ക് എത്രയും ക്രീമി വേണോ അത്രയും ഇട്ട് കൊടുക്കാം. ആദ്യം ഇത്ര ഇട്ട് നമുക്ക് ഇളക്കി നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആക്ച്വലി കൂടുതലും ബ്രോസ്റ്റഡ് ചിക്കൻ, പിന്നെ നോൺ വെജ് ഫ്രൈ ചെയ്ത എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും അതിന്റെ കൂടെ എല്ലാം സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അത്യാവശ്യമെങ്കിൽ ഫ്രൈഡ് റൈസ്, ബിരിയാണി ഇതിന്റെ കൂടെ നമുക്ക് കഴിക്കാം. ഞാൻ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട്. എന്നാൽ നമുക്ക് എന്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടോ അതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാ. ലേശം ഉപ്പ്, ഒത്തിരി വേണ്ട. കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ കുറച്ചുകൂടെ മയോണൈസ്. അപ്പൊ എത്രയും ക്രീമി ആയിട്ട് ഇരിക്കുന്നു അതാ നല്ലത്. ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും ചേർത്തിട്ടുണ്ട്. അത് റെക്കോർഡായിട്ടില്ല, അപ്പൊ നിങ്ങളത് ചേർക്കണേ. അധികം പുളിയില്ലാത്ത 3 ടേബിൾ സ്പൂൺ തൈര്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ആ പച്ച വെജിറ്റബിളും മയോണൈസും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വേറെ ഒരു ഇൻഗ്രീഡിയന്റും വേണ്ട. മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും വളരെ എളുപ്പമാ. അതുകൊണ്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം. വെറുതെ കഴിക്കാനും ഈ സാലഡ് നല്ല ടേസ്റ്റിയാ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അല്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാ കുറെ കൂടി ടേസ്റ്റ്. അതല്ല നിങ്ങൾക്ക് തണുപ്പിക്കണ്ട എന്നുണ്ടെങ്കിൽ അല്ലാതെയും കഴിക്കാം. തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഞാനിതിപ്പോൾ അല്പം തണുപ്പിച്ചിട്ടാ കഴിക്കുന്നത്. അപ്പൊ എളുപ്പമല്ലേ? അപ്പൊ നമ്മുടെ കോൾസ്ലോ സലാഡ് അല്ലെങ്കിൽ സ്വീറ്റ് സലാഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു ഡിഷുമായി വരാൻ. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.